ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. അപ്പോ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന എന്ന് വരും എന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ എക്സാം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഏതാനും ചില ഇൻഫോർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് ആണ് RRB ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് പോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് അതിന്റെ തട്ട് താണ് തന്നെ ഇരിക്കും അല്ലെ. അപ്പൊ അതുപോലെയാണ് നമ്മുടെ RRB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 5 വർഷം കൂടുമ്പോഴാണ് ഈ എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി തൊട്ട് എല്ലാ ഇയറും RRB എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത്തവണ 100-ലധികം വേക്കൻസീസ് ആണ് ഫാർമസിസ്റ്റിനുള്ളത്. കഴിഞ്ഞവണ നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു എക്സാം കഴിഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു എക്സാം ഏകദേശം ഒരു നവംബർ-ഡിസംബർ ടൈമോട് കൂടി തന്നെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദി വീഡിയോ. എന്താണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് RRBയുടെ കുറെ സോൺസ് ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഗൂഗിളിൽ RRB ചെന്നൈയുടെ വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് CEN 03/2025 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് ആണ്. സോ ഇതാണ് അതിന്റെ നമ്പർ. അപ്പൊ അതിൽ നിങ്ങൾക്ക് വ്യൂ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ RRBയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫുൾ ഇൻസ്ട്രക്ഷൻസും അതിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ട ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആപ്ലിക്കേഷൻ ലിങ്ക് ഇതുവരെ വന്നിട്ടില്ല. അത് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ ആപ്ലിക്കേഷൻ ലിങ്ക് അവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ RRB ചെന്നൈയുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഓൾറെഡി പറഞ്ഞു 100-ലധികം വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും മടിച്ചിരിക്കേണ്ട, നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്തായാലും ഈ എക്സാമിന്. സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് ആണ്, ധാരാളം അലവൻസസ് കിട്ടുന്ന ഒരു കാറ്റഗറിയും കൂടിയാണ്. ഏകദേശം ഒരു 60+ സാലറി പാക്കേജ് വരുന്ന ഒരു പോസ്റ്റും കൂടിയാണ്. അപ്പൊ എന്തായാലും പുറത്തൊക്കെ പോയി കഷ്ടപ്പെടുന്നതിനേക്കാളും ഇത്രയും നല്ല ബെനഫിറ്റ്സും കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് പാക്കേജ് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതല്ലേ എന്തുകൊണ്ടും നല്ലത്. നമ്മുടെ നാട്ടിൽ നിൽക്കാനും അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതിനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്തുകൊണ്ടും ഇതായിരിക്കും. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക, ഇത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ. ഓൾറെഡി ഇതിന്റെ ഒരു നോട്ടീസ് ഓൾറെഡി വന്നായിരുന്നു ജൂലൈയില്. സോ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ട ഡേറ്റ് ആക്ച്വലി August 9 ആണ്. അത് ഇന്ന് തൊട്ടാണ്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ അതിന്റെ ലിങ്ക് വരുന്നതായിരിക്കും. ദെൻ ഡെഡ് ലൈൻ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് ആ ലാസ്റ്റ് മിനിറ്റ് നേരത്തേക്ക് ദയവ് ചെയ്ത് വെക്കരുത്. കാരണം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് നേരത്തേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ലാസ്റ്റ് സമയമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ സൈറ്റിൽ എല്ലാവരും കൂടി ഒന്നിച്ച് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ കയറി വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ സൈറ്റ് ഒക്കെ ജാം ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ആ ഒരു ഡെഡ് ലൈനിലേക്ക് വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ഡെഡ് ലൈൻ നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ്? September 8 ആണ്. അപ്പൊ എന്തുകൊണ്ടും ആ ഒരു September 5 മുന്നേ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അത് അപ്ലൈ ചെയ്ത് വെക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മുന്നേ തന്നെ അത് റെഡിയാക്കി വെക്കുക. ലാസ്റ്റ് സമയത്തേക്ക് ഒന്നും നമ്മൾ വെക്കരുത്. നമ്മുടെ CRE എയിംസിന്റെ കേസിൽ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ലാസ്റ്റ് സമയത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് എല്ലാവരും കൂടി വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് സൈറ്റ് ജാം ഒക്കെ ആയി പോയായിരുന്നു. അപ്പൊ ചിലർക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റിയില്ല. സോ അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? September 5 മുന്നേ ആയിട്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് വെക്കുക. September 8 ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ഫീ പേയ്മെന്റിന്റെ ഫീ പേയ്മെന്റ് നടത്താനുള്ളതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് September 10 ആണ്. ആപ്ലിക്കേഷൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന്റെ 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, സോ അതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഡേറ്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡിൽ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ പിന്നെ നാളെ ചെയ്യാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അപ്പോ ഇതിന്റെ പേ സ്കെയിൽ വന്നിട്ട് ഫാർമസിസ്റ്റിന്റെ പേ ലെവൽ എന്ന് പറഞ്ഞാൽ 5 ആണ്. ബേസിക് സാലറി അവർ പറഞ്ഞു, ബേസിക് പേ എന്ന് പറഞ്ഞാൽ 29,200. ബട്ട് ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 60+ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ 105 വേക്കൻസീസ് ആണ് വരുന്നത്. ദെൻ ഇതിന്റെ ഏജ് ലിമിറ്റ് 20 തൊട്ട് 35 വയസ്സിന് ഇടയിൽ വരുന്ന ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതിന് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. OBC കാർക്കും SC ST കാർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട്.
സോ 20-35 ഇടയിൽ വരുന്നവർക്ക് ഇപ്പം അൺറിസർവ്ഡ് ദാറ്റ് ഇസ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1991 ആ ഒരു ഇയർ ആണ് അവര് ആ ഒരു റേഞ്ച് ആയിട്ട് വെച്ചിട്ടുള്ളത്. ദെൻ 1988 അതായത് OBC കാരാണെങ്കിൽ 38 വയസ്സ് വരെയുള്ളവർക്കും SC/ST കാറ്റഗറി ആണെങ്കിൽ 40 വയസ്സ് വരെയുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഏജ് റിലാക്സേഷൻ ഉള്ളത് കൊണ്ടാണ്. ഇനി ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം അതും ഒരു ഡൗട്ട് ആണ് അല്ലെ. ഇപ്പൊ ചിലര് D.Pharm കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലര് B.Pharm കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലര് PharmD ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ചെറിയൊരു കൺഫ്യൂഷൻ ആണ് ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളത്. ഡിപ്ലോമക്കാർക്കും B.Pharmകാർക്കും PharmDക്കാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. കാരണം ആ നോട്ടിഫിക്കേഷനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് +2 സയൻസ് വിത്ത് ഡിപ്ലോമ ഇൻ ഫാർമസി ആൻഡ് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ്, അതായത് ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ B.Pharmകാർക്കും അപ്ലൈ ചെയ്യാം ബാച്ചിലർ ഡിഗ്രി ഇൻ ഫാർമസി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ്, അവിടെ ഇക്വലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PharmDക്കാർക്കും എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. പിന്നെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കണം. നെക്സ്റ്റ് മൂവിംഗ് ഓൺ ടു ദി ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 20 തൊട്ട് 35 വയസ്സ് വരെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പർ ഏജ് അതായത് 35 അതിൽ അപ്പർ ഏജ് വരുന്നത് അല്ലെ. 20 to 35 35 ആണ് അപ്പർ ഏജ് വരുന്നത്. സോ അപ്പർ ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ OBCക്കാർക്ക് 3 years അതായത് 35 + 3 38 വയസ്സും SC/ST എന്ന് പറയുമ്പോൾ 35 + 5 ഇയേഴ്സും കൂടി അവർ റിലാക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് 35 + 5 എത്രയാണ് 40. സോ 38 OBC ആൻഡ് SC/STക്ക് 40 വയസ്സ് വരെയുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ഇതിന്റെ എക്സാം ആപ്ലിക്കേഷൻ ഫീ. ജനറൽ കാറ്റഗറിക്കും OBCക്കാർക്കും 500 rupees ആണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ. അതുപോലെ SC/STക്കാർക്ക് 250 ആണ്. എടുത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഈ 500-ല് 400 rupees നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് റീഫണ്ടബിൾ ആണ്. അതുപോലെ SC/STക്കാർക്ക് 250 വെച്ചിട്ടാണ് അവർ അപ്ലൈ ചെയ്യണമെങ്കിൽ 250 ഫുൾ ആയിട്ട് അവർക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇൻ കേസ് എക്സാം നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് റീഫണ്ട് കിട്ടുന്നതല്ല. സോ അപ്ലൈ ചെയ്യാൻ നമ്മളൊരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തിനാ നമ്മൾ സ്കിപ്പ് ചെയ്യണം? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് പോയ എക്സാം അറ്റൻഡ് ചെയ്യുക, ഉറപ്പായിട്ടും അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. സോ അപ്ലൈ ചെയ്യുന്നവര് ഓർത്തിരിക്കുക 500-ൽ 400 നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ദെൻ ഓൺലൈൻ പേയ്മെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ സിലബസ്. ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ദെൻ അടുത്തത് സോണൽ വൈസ് ആണ്. എങ്ങനെ അപ്ലൈ ചെയ്യാം? കുറച്ച് കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അപ്ലൈ ചെയ്യേണ്ടതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ വെച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. നമുക്ക് ആദ്യം തന്നെ ഇതിനൊരു അക്കൗണ്ട് വേണം. അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ഫർദർ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്. പിന്നെ സോൺ വൈസ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. സോ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അപ്പൊ ചിലപ്പോൾ ഞാനിങ്ങനെ ഓടിച്ചു പറയുമ്പോഴത്തേക്കും ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. സോ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു വീഡിയോയും ഉറപ്പായിട്ടും ഉടനെ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഓൺലൈൻ ടെസ്റ്റ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതെല്ലാവർക്കും അറിയാം. മുന്നേ എഴുതിയിട്ടുള്ളവരുണ്ടാവും, ഫസ്റ്റ് ടൈം എഴുതുന്നവരും ഉണ്ടാവും. അപ്പൊ 100 ക്വസ്റ്റ്യൻസിൽ 70 ക്വസ്റ്റ്യൻ നമ്മുടെ ഫാർമ റിലേറ്റഡ് ടോപ്പിക്സ് ആയിരിക്കും. നമ്മൾ ഫാർമസിയിൽ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സ് തന്നെയാണ് ആ 70 ക്വസ്റ്റ്യൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അവര്. ദെൻ റിമൈനിങ് 30 കംസ് ഫ്രോം ജനറൽ പാർട്ട്, അതായത് ജനറൽ സയൻസ്, അതായത് 10th സയൻസ് ആണ് അതിന്റെ ബേസിസ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. ജനറൽ സയൻസിൽ 10th സയൻസ്, ദെൻ ജനറൽ ഇന്റലിജൻസ്, ദെൻ ജനറൽ അവയർനെസ്, ദെൻ ജനറൽ അരിത്തമെറ്റിക്. പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറഞ്ഞാലാണ് നമ്മുടെ പ്രൊഫഷൻ റിലേറ്റഡ്. ഇപ്പം നഴ്സിംഗ് ആണെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് ടോപ്പിക്സ് ആയിരിക്കും. ലാബ് അസിസ്റ്റന്റ് ആണെങ്കിൽ ലബോറട്ടറി റിലേറ്റഡ്, ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് ഫാർമ റിലേറ്റഡ് ടോപ്പിക്സ് നമ്മുടെ സബ്ജക്ട്സ് ആയിരിക്കും പ്രൊഫഷണൽ എബിലിറ്റിയുടെ അകത്ത് വരിക. ദെൻ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 മാർക്ക് ക്രെഡിറ്റ് പോയിന്റ്സ്. അതുപോലെ തെറ്റിപ്പോവാണെങ്കിൽ 1/3 മാർക്സ് ആണ് ഡിഡക്ട് ചെയ്യുന്നത്. സോ അതാണ് അതിന്റെ മാർക്കിംഗ് സ്കീമും എക്സാമിനേഷൻ പാറ്റേണും. ഓക്കെ, കണ്ടോ? പ്രൊഫഷണൽ എബിലിറ്റി ദാറ്റ് ഇസ് എ ഫാർമ റിലേറ്റഡ് 70 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ച് അങ്ങനെ 70 മാർക്ക്. ജനറൽ അവയർനെസ്സിനകത്ത് 10 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റിന് 1 മാർക്ക് 10 മാർക്ക്. പിന്നെ മാത്സ് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതും 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. ദെൻ നമ്മുടെ 10th സയൻസിന്റെ ബേസിൽ 10 ക്വസ്റ്റ്യൻ, അങ്ങനെ ടോട്ടൽ 100 മാർക്സിന്റെ എക്സാം ആയിരിക്കും. പിന്നെ എക്സാമിനേഷൻ ടൈം എന്ന് പറഞ്ഞാൽ
1.5 മണിക്കൂറായിരിക്കും. 90 മിനിറ്റ്സ് ആണ് എക്സാം വരിക. അപ്പൊ നമ്മുടെ RRB ഫാർമസിസ്റ്റിന്റെ പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന്റെ. സോ അതിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ PDF നോട്ട്സ്, അതുപോലെ ഇന്ററാക്റ്റീവ് സെക്ഷൻസ്, Q&A ഡിസ്കഷൻ, ഇന്ററാക്റ്റീവ് ലൈവ് സൂം സെഷൻസും അതുപോലെ യൂട്യൂബ് സെഷൻസും നമുക്ക് ഉണ്ടായിരിക്കും. അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് 1000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. ദെൻ 3000 വർത്ത് വരുന്ന ഒരു റാങ്ക് ബൂസ്റ്റർ പാക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇന്ന് തന്നെ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യുക. അതുപോലെ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നവരെ ഈ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എനിവേ ഈ എക്സാം അപ്ലൈ ചെയ്യുന്നവർ ഒരു RRB ഫാർമസിസ്റ്റ് ആയിട്ട് മാറട്ടെ. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.